ഈ റിങ് എന്നെ കൊണ്ട് കറങ്ങണതല്ലാതെ ഇതുവരെ എനിക്ക് ഈ റിങ് ഒന്ന് കറക്കാൻ പറ്റിയിട്ടില്ല. ചേച്ചിക്ക് അറിയോ, ഞാൻ ഈ സർക്കസ് കമ്പനിയുടെ ഓണറാ. ഞാൻ ഇവിടെ കിടന്ന് ഓടി നടന്ന് എന്തെല്ലാം പണിയാ ചെയ്യണമെന്നറിയാവോ? ആ കൂടെ ഈ റിങ് കിടക്കണ പെണ്ണിന് സാലറി കൊടുത്തായിരുന്നെങ്കിൽ ഇതിന്റെ അകത്തെങ്കിലും കിടന്ന് എനിക്ക് കറങ്ങേണ്ടി വരില്ലായിരുന്നു. മുതലാളി അല്ലടാ, മുതലാളിച്ചി. മുതലാളിയാണെന്ന് എനിക്ക് അറിയാവേ. അല്ല പിന്നെ അയ്യട്ടത്തെ പരിപാടിക്ക് നമ്മള് ചെലവ് ചെറുക്കി മാജിക്കും ഡാൻസും റെഡി ആക്കിയിട്ടുണ്ട് ഒറ്റ ഫ്രെയിമിലും. ആണോ? മാജിക്കും ഡാൻസും ഒറ്റ ഫ്രെയിമിൽ റെഡിയാ? എന്നാ വരട്ടെ. ഇതാണോ നീ പറഞ്ഞ മാജിക്? എങ്ങനെയാണ് എന്റെ മാജിക്കും അടിപൊളി, സൂപ്പർ. എന്നെ കൂടെ ഒന്നും പറയരുത്. നിങ്ങൾ ശമ്പളം കൊടുക്കാത്തോട്ടെ എന്റെ മാജിക്കില് ഡാൻസ് കളിച്ചോണ്ടിരുന്ന പെണ്ണ് പിണങ്ങി പോയി. അതുകൊണ്ട് ഞാൻ നോക്കിട്ട് വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങി. പിന്നെ 2:30 തൊട്ട് ക്യാമറ, 2:30 വേപ്പോട്ട് മാജിക്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാലറിയുടെ കാര്യമാണോടാ? അത് പറഞ്ഞാലും തരത്തില്ലെന്ന് എനിക്കറിയാം. ധൈര്യമായിട്ട് പറഞ്ഞു. എന്റെ ഈ തൊപ്പിക്കകത്തൊന്നും പ്രാവിനെ മാറ്റി കോഴിയെ വെച്ചതാരാ? കോഴിയോ? കോഴി എന്നെ കൊണ്ടൊന്നും പറയരുത്. ചേച്ചി നിങ്ങളൊന്ന് കേക്കണേ. എന്റെ ഈ തൊപ്പിക്കകത്തൊന്ന് ഓഡിയൻസിലേക്ക് ഇതേ ഇങ്ങനെ മുട്ടായി വാരി എറിഞ്ഞൊരു മാസ്റ്റർ പീസ് അയച്ചുകൊണ്ടായിരുന്നു. ഞാൻ വാരി എറിഞ്ഞു. അപ്പൊ ആളുകളൊക്കെ മൂക്കും പൂത്തിക്കൊണ്ട് ഒറ്റ ഓട്ടം. അന്നേരം ഞാൻ ആ തൊപ്പിക്കകത്തോട്ടൊന്ന് നോക്കി. എന്തായിരുന്നടാ തൊപ്പിക്കകത്ത്? മൊത്തം കോഴി കഷ്ടമായിരുന്നു. എന്നിട്ട് ആ കോഴി ചാടി എന്റെ കണ്ണിലിട്ട് കുത്തുകയും ചെയ്തു. ആ കോഴിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല നിന്റെ മാജിക്. ഇപ്പൊ മനസ്സിലായോ? നിങ്ങളുടെ ഭർത്താവില്ലേ, അയാൾക്ക് പണ്ട് എന്റെ മാജിക്കും എന്റെ ഡാൻസും ഭയങ്കര ഇഷ്ടമാ. അതിനെ കോഴിയും എന്റെ ഭർത്താവും തമ്മിൽ എന്താണ് ബന്ധം? ഇവരുടെ ഭർത്താവ് ഒരു കോഴിയായിരുന്നു, ഈ നാട് മൊത്തം അറിയാം. അനാവശ്യം പറയരുത്. ഒരു പെണ്ണ് കയ്യെ പിടിച്ചപ്പോഴേ ആ കൈ തട്ടി മാറ്റിയവനാടാ എന്റെ ഭർത്താവ്. കൈ തട്ടി മാറ്റിയെന്നു ട്രിപ്പീസിൽ ആടി വന്ന പെണ്ണിന്റെ കൈ ഇവരുടെ ഭർത്താവ് തട്ടി മാറ്റി. ആ പെണ്ണ് മൂക്കും കുത്തിയാ നിലത്ത് വീണ. ഈ തൊപ്പീനെ പ്രാവിനെ എടുക്കണതല്ലേ നിന്റെ മാജിക്ക്? തൊപ്പിന്ന് പിന്നെ പ്രാവിനെ അല്ലാതെ പിന്നെ സ്രാവിനെ എടുക്കാൻ പറ്റുമോ? അതെ, ഈ തൊപ്പീന്ന് പ്രാവിന് പകരം കുറച്ച് മീൻ എടുത്തായിരുന്നെങ്കിൽ ഇവിടെ കറിയെങ്കിലും വെക്കായിരുന്നു. ഇവരെന്താ പറയുന്നേ? ഇതെന്റെ തൊപ്പിയാ, അല്ലാതെ മീൻ എടുക്കാനേ ഇത് ചമ്പക്കരൻ ചന്തയൊന്നും അല്ല. നിനക്ക് മാജിക് അറിയത്തില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് വേണം അവരറിയാം. എനിക്ക് മാജിക് അറിയത്തില്ല. അല്ല ആരും ഇരിക്കുന്നേ നമ്മുടെ കുട്ടിയല്ലയോ? പുള്ളിക്കാരനെ മനസ്സിലായോ? ഇല്ല. ഇതോ എന്നെക്കാട്ടിലും വലിയ പേര് കേട്ട മാജിക് ആണോ? നമുക്ക് സർക്കസ് എടുത്താലോ? ആണോ? ഒരു 10 രൂപ പുള്ളിയോടൊന്ന് കടം ചോദിച്ചേ. പുള്ളി അപ്പ വാനിഷിങ് ആവും. ചേച്ചി പുള്ളിയെ പിടിച്ചിരുന്നല്ലേ പുള്ളി അപ്പൊ തന്നെ വാനിഷിങ് ആയി കളയും. മതി നിനക്ക് മാജിക് അറിയാമെങ്കിൽ അത് കാണിക്കടാ. മാജിക് അറിയാവുന്ന എന്നോടാ. ഇതെന്താ? ഇത് കയറ്. ഈ കയറേ ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ. ഇത് ഞാൻ നൊടിയിടയിൽ മായമില്ല, മന്ത്രമില്ല, മായാജാലമില്ല, പൊടികളില്ല, വടികളില്ല, ഖാബ്രാക്ക കൂബ്രാക്ക. ശരിയാവണേ. കണക്കെടുത്തരുത്. കഴിഞ്ഞ ദിവസം അടി കിട്ടിയതാ. ഈ വടി ഈ വടി ഞാൻ ചേച്ചിയുടെ കയ്യിലോട്ട് ഞാനൊക്കെ കൊടുക്കും. ചേച്ചി ആ വടി ഇങ്ങ് മേടിക്കും. എന്നിട്ട് 2 അടി അടിച്ച് ഇത് കയറാക്കി നിന്നെ അവിടെ പിടിച്ച് കെട്ടും. മതി, വൈകുന്നേരത്തെ പെട്ടി കയറാനുള്ള മാജിക്ക് പോയി പ്രാക്ടീസ് ചെയ്യ്. പെട്ടി കയറ്റി അടുത്ത് 2 ആക്കാനേ ഇവിടെ പെണ്ണൊന്നും ഇല്ല. ആര് പറഞ്ഞു ഇവിടെ പെണ്ണില്ലെന്ന്? ഇവിടെ പെണ്ണൊക്കെ ഉണ്ട്. അയ്യേ, ഈ പെട്ടിനെ പെട്ടി കയറ്റി അടുത്ത് 2 ആക്കാനൊന്നും പറ്റത്തില്ല. ഈ പെണ്ണ് മാജിക്കിന് ഡാൻസ് കളിക്കണം. അതിനെ ഈ കുട്ടിയാന്ന് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ഞാനാ. അയ്യോ,
ഈ കുട്ടിയെ ഞാൻ വെട്ടിക്കെട്ടി അറുത്ത് രണ്ടാക്കത്തതൊന്നും ഇല്ല. അതെന്താ? ഈ കുട്ടിയെ ഞാൻ വെട്ടി നുറുക്കി പണ്ടാറ് കൊടുക്കും ഞാൻ. അത്രയ്ക്കുണ്ട് എനിക്ക് എന്റെ ദേഷ്യം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരി, പിന്നെ വന്ന് പറ. എന്തുവാടാ അത്? ഓ, മാഡം ഇപ്പൊ പറഞ്ഞ തളിയില്ലയോ, അത് ഞാൻ ചവിട്ടി കൂട്ടി അഖിലാനെ നെട്ടു കൊടുത്തതാ. മാഡം ഒന്ന് എനിക്ക് ലീവ് തരണം. മേടം ഒന്നിന് ഇനി 2-3 മാസം ഇല്ലേ? അപ്പൊ നോക്കാം. എന്തോന്നാ? മേടമാസത്തിലെ ലീവിന്റെ കാര്യല്ലേ? ഓ, മേടമാസത്തെ ലീവിന്റെ കാര്യമല്ല വെച്ചേ. ഈ മാഡം എനിക്കൊന്ന് ലീവ് തരണമെന്ന്. ഓ, നിനക്കിപ്പോ എന്തിനാടാ ഒരു ലീവ്? അതെനിക്ക് പെണ്ണ് കാണാൻ പോവാനാ. അതിന് നീ കഴിഞ്ഞ ആഴ്ച പോയൊരു പെണ്ണിനെ കണ്ടില്ലേ? ഓ, അത് ശരിയാവത്തില്ലെന്ന്. അതെന്താ? അവര് സ്ത്രീധനമായിട്ട് എനിക്ക് 3 കുറ്റി ചീട്ടും 1 റോള് റിബണും തരാന്ന് പറഞ്ഞു. അതെന്തിനാ? എന്നിട്ട് പറയുവാ, നീ വലിയ മജീഷ്യൻ അല്ലേ, ഇനി അതുകൊണ്ട് അങ്ങ് പോയി ജീവിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു കാര്യം അങ്ങ് തീരുമാനിച്ചു. ഞാൻ ഇനി കല്യാണം കഴിക്കുന്നെങ്കിലേ അത് പ്രേമിച്ചേ ഉള്ളൂ. അറേഞ്ച് മാരേജാ ബെസ്റ്റ്. അറേഞ്ച് മാരേജ് എന്തുവാ? റേഷൻ കടയാ. പിന്നെ ഈ റേഷൻ കട ചെന്ന് കഴിഞ്ഞാലേ റേഷൻ കാർഡിനുള്ള സാധനമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഏതാ അല്ലേ? പക്ഷെ ലവ് മാരേജ് അങ്ങനല്ല. പിന്നെ അത് മറ്റേ സൂപ്പർ മാർക്കറ്റ് അല്ലേ? പിന്നെ നമ്മള് സൂപ്പർ മാർക്കറ്റിലേട്ട് അങ്ങ് ചെല്ലും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനെ എടുക്കാം. പോരാത്തതിന് ഒന്നിനൊന്ന് ഫ്രീ. പിന്നെ പക്ഷേ എല്ലാത്തിനും ക്യാഷ് വേണം, ക്യാഷ്. അപ്പൊ കാശില്ലെങ്കിലോ? ക്യാഷ് ഇല്ലെങ്കിലേ റേഷൻ കട പോവുക, കാർഡിനുള്ള സാധനം മേടിക്കുക. അയ്യോ, പിന്നെ എനിക്കിന്ന് നല്ല വിശപ്പ്. എനിക്കിന്ന് ഉച്ചക്ക് ഇച്ചിരി നോൺ വെജ് താ. നോൺ വെജ് എന്നൊക്കെ ഇത്തിരി പതുക്കെ പറയടാ. ദേ കൂട്ടിക്കിടക്കണ സിംഹം ഇപ്പൊ എഴുന്നേറ്റ് വന്ന് ഇറച്ചീന്ന് പറഞ്ഞ മോങ്ങിയ ഞാൻ എന്തോ എടുത്തു വെച്ച് കൊടുക്കും. നിങ്ങൾ ആ സിംഹത്തിന് അപ്പൊ എന്തോ കൊടുക്കുന്നേ? ആ സിംഹത്തിന് രാവിലെ 2 കുറ്റി പുട്ടും കടലക്കറി, ഉച്ചക്ക് സമൃദ്ധമായ ഒരു സദ്യ, അത് കഴിഞ്ഞൊരു ഉറക്കം. അപ്പൊ സ്നാക്സ് വല്ലതും? പിന്നെ ബിസ്ക്കറ്റും പാലും. രാത്രിയിൽ ചപ്പാത്തിയും നല്ല 1-ാം തരം കിഴങ്ങേറി. അങ്ങനെ പറഞ്ഞേ. ഇതാ എന്നും അസ്തമയത്ത് 10 മണിയാകുമ്പോ സിംഹക്കൂട്ടി മനസ്സിലായേ. ഇന്റർനാഷണൽ ലെവലിൽ മാംസം തിന്നു നടന്നിരുന്ന ഒരു സിംഹത്തെ വെറും പച്ചക്കറി തിന്ന് വെജിറ്റേറിയൻ സിംഹമാക്കിയിരിക്കുന്നു എന്റെ മുതലാളിച്ചി. മതി മതി, പോയി പ്രാക്ടീസ് ചെയ്യടാ മാജിക്ക്. ഇന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിലേ എന്റെ ഈ മാസത്തെ ശമ്പളം ഒന്നുതാ. നിനക്ക് ശമ്പളം വേണല്ലേ? വേണം. നിനക്ക് ഈ അന്തരീക്ഷത്തിന്ന് പണം എടുക്കണ മാജിക്ക് അറിയോ? എനിക്കറിയത്തില്ല. നിനക്കറിയോ? എനിക്കറിയാം. ഞാൻ ആ ഒരൊറ്റ ഐറ്റം കൊണ്ടാ ഈ സർക്കസ് ഇത്രേ നാൾ ഓടിച്ചത്. എന്നാ എന്റെ ഈ മാസം ശമ്പളം നിനക്ക് ശമ്പളം വേണം. നീ കണ്ണടയ്ക്ക്. കണ്ണടയ്ക്ക്. ഇടയ്ക്ക് കണ്ണ് തുറന്നാലേ ശമ്പളം കിട്ടത്തില്ല കേട്ടോ. ശമ്പളം കിട്ടണേ ഈശ്വരാ. കഴിഞ്ഞ മാസത്തെ പറ്റി എനിക്ക് ചിട്ടിക്ക് പൈസ അടയ്ക്കാൻ EMI അടച്ചിട്ടില്ല. എന്നിട്ടാണ് ഇവർക്ക് 2 പണി കൊടുക്കുന്നത്. റെഡി 1 2 3 ഈശ്വരാ, എനിക്ക് കണക്ക് കൂട്ടാനും അറിയത്തില്ല. 500 നോട്ടായിട്ട് മതി, കൂടുതലാ കിറത്തൊന്നുമില്ല. നല്ല ഡോക്ടറൊന്നും കേൾക്കുന്നില്ലല്ലോ. നോക്കിയേക്കാം. മാഡം മാഡം ജി മാഡം. അയ്യോ, എന്റെ മാഡം എന്നെ വീണ്ടും പറ്റിച്ചു. ചേച്ചിക്ക് ഇപ്പൊ മനസ്സിലായോ? യഥാർത്ഥ മാജിഷ്യൻ ഞാനല്ല, എന്റെ മാഡമാ. ബ്യൂട്ടി ഷോ മസ്റ്റ് ഗോ. ബ്യൂട്ടി ആരെ വാനിഷിംഗ് ബ്യൂട്ടി? ഞാൻ ചേച്ചി എന്നെ പറയായിരിക്കും. ബ്യൂട്ടിഫുൾ ആയിരുന്നു, ബ്യൂട്ടിഫുൾ. നല്ല രസം. ഡാൻസ് നല്ല കിടിലായിരുന്നു കേട്ടോ. ആ ഫസ്റ്റ് എൻട്രി ഡാൻസും ലാസ്റ്റത്തെ ഡാൻസും കിട്ടില്ലായിരുന്നു. അതിന്റെ ക്രെഡിറ്റ് മൊത്തം ഞങ്ങളുടെ രതീഷേട്ടനാ. രതീഷേട്ടൻ ഇപ്പൊ സ്കിറ്റ് മാത്രമല്ല ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയോ? പക്ഷെ ചെറിയ ഡാൻസ് ഒന്നല്ല, 2 സ്റ്റെപ്പ് പഠിപ്പിച്ചൊന്ന് കൊണ്ട് കാണിച്ചു തരാവോ? ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചോ? രതീഷണ്ണ കാണിച്ചോ? എത്ര മണിക്ക് ശേഷം? 2 ദിവസം എടുത്തു. പക്ഷെ പഠിപ്പിക്കാൻ 2 ദിവസം എടുത്താ? സമയം ചോദിച്ചു. സമയം
സമയം ഏകദേശം ഒരു വൈകുന്നേരം 7 മണിക്ക് അല്ല രാത്രി 11 മണിക്ക്. അല്ല ഇന്ന് ഇവര് രണ്ടുപേരെയും കാണുമ്പോ ഭയങ്കര സന്തോഷം. അവരെ ഒരു ഗ്രോത്ത് അല്ലേ, അവരെ ഈ ഒരു സ്റ്റേജിന്റെ ആ ഒരു കംഫർട്ട്, അവരുടെ ഒരു ക്ലാരിറ്റി ഓഫ് ഡയലോഗ് ഡെലിവറി, അവരുടെ ക്യാരക്ടർ പിടിച്ച് അവർ ആ ഫുൾ സ്കിറ്റ്, ഭയങ്കര കോൺഫിഡൻസ് രണ്ടുപേരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഷാർപ്പ് ചെയ്താ യു ആർ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഞാൻ എലീനെ വെച്ചൊരു മാജിക് കാണിക്കട്ടെ. ഒരു മാജിക് സിമ്പിൾ. എലീന 2 കൈ പൊക്കിയേ. ചെയ്തളയോ ആ കൈ തുറന്നേ. കൈ നിവർത്തണോ? 10 വിരലില്ലേ? എനിക്ക് ഒരു 500 രൂപ തന്നിട്ടിട്ടെടുത്തറിയാണേ. ഇത് നീ മടക്കി കൈ വെച്ചിട്ട് ചെന്നിട്ട് അന്തരീക്ഷത്തിൽ കൂടെ 500 രൂപ ഇങ്ങനെ എടുക്കണം പറഞ്ഞു. അപ്പോഴേ എനിക്കറിയാം എനിക്കുള്ള എന്തോ ഉടായിപ്പാണെന്നുള്ളത്. അതെവിടെ ഇരുത്തിരിയാ പൈസ? ഒളിച്ചു വെച്ചറ. ഈ പൈസ ഞാൻ ഡാൻസ് കളിച്ച നമ്മുടെ നിഖിലിന് കൊടുക്കാണ്. ഇത് അഖിൽ ചേട്ടൻ ചോദിക്കും, കൊടുക്കരുത്, കയ്യിൽ വെച്ചോണം. എന്താ മോഹൻ പാടിയേ ചെറുതായിട്ട്. ഇത് എന്റെ ഒരു മാജിക് ആയിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇനി അടുത്ത മാജിക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബാറ്ററിയാണ്. എത്രത്തോളം ചാർജ് കയറിയെന്നുള്ളത് നോക്കാം. ഓക്കെ ചേച്ചി, നോക്കാം. ഓക്കെ. പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ 10,000 rupees ആണ് നേടിയിരിക്കുന്നത്. ശ്വേത ചേച്ചി അന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഹാപ്പി ആയില്ല. അപ്പൊ എന്തായാലും ഇനി അടുത്ത തവണ വരുമ്പോ ഉഷാറായിട്ട് ഇതിലും പൈസ നമുക്ക് വാങ്ങണം. പിന്നെ ഇതുപോലെയൊക്കെ അഖിൽ ചേട്ടനുണ്ടെങ്കിൽ മാജിക്കിൽ കൂടെ ഓരോ പൈസ ഇങ്ങനെ കിട്ടുന്നതുമായിരിക്കും.